ശാന്തി. 7-11-20 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, എല്ലാവരെയും ഈ സന്തോഷവാർത്ത കേൾപ്പിക്കൂ. ഇപ്പോൾ DT ഡിനാസ്റ്റി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ വൈസ്ലെസ് വേൾഡ് ഉണ്ടാകുന്നു, അപ്പോൾ ബാക്കിയെല്ലാം വിനാശമാകും. ചോദ്യം: രാവണന്റെ ശാപം എപ്പോൾ ലഭിക്കുന്നു? ശപിക്കപ്പെടുന്നതിൻ്റെ അടയാളം എന്താണ്? ഉത്തരം: എപ്പോഴാണോ നിങ്ങൾ ദേഹ അഭിമാനിയാകുന്നത്, അപ്പോൾ രാവണന്റെ ശാപം ലഭിക്കുന്നു. ശപിക്കപ്പെട്ട ആത്മാക്കൾ ദരിദ്രവും വികാരിയുമായി മാറുന്നു, താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിനായി ദേഹി അഭിമാനിയാകണം. തൻ്റെ ദൃഷ്ടിയും വൃത്തിയും പാവനമാക്കണം. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കുന്നു. എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ടാകില്ല എന്നത് മനസ്സിലാക്കുന്നു. നിങ്ങൾ തന്നെയാണ് ആദ്യം സത്യയുഗ ആദിയിൽ പൂജ്യ ദേവീ ദേവതയായിരുന്നത്. ഭാരതത്തിൽ ആദ്യം പൂജ്യ ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ രാജ്യമായിരുന്നു, ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരുന്നു. അപ്പോൾ തീർച്ചയായും ഡിനാസ്റ്റി ഉണ്ടായിരിക്കും. രാജവംശത്തിലെ ബന്ധുമിത്രാദികളും ഉണ്ടാകും, പ്രജകളും ഉണ്ടാകും. ഇത് ഒരു കഥ പോലെയാണ്. 5000 വർഷം മുമ്പും ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. ഇത് സ്മൃതിയിൽ കൊണ്ടുവരുന്നു. ഭാരതത്തിൽ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ രാജ്യമുണ്ടായിരുന്നു. ഇത് പരിധിയില്ലാത്ത ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്നിനെ തന്നെ നോളജ്ഫുൾ എന്ന് പറയുന്നു. നോളജ് ഏത് കാര്യത്തിൻ്റെ മനുഷ്യർ മനസ്സിലാക്കുന്നു, ആ ഒന്ന് സർവരുടെയും ഉള്ളിലുള്ളതിനെയും കർമ്മവികർമ്മങ്ങളെയും അറിയുന്നവനാണ്. എന്നാൽ ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഓരോ ആത്മാവിനും തൻ്റേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. എല്ലാ ആത്മാക്കളും തൻ്റെ പരമധാമത്തിൽ വസിക്കുന്നു. ആത്മാവിൽ മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുണ്ട്, റെഡിയായിരിക്കുന്നു. പോയി കർമ്മക്ഷേത്രത്തിൽ തൻ്റെ പാർട്ട് അഭിനയിക്കട്ടെ എന്ന്. ഇതും മനസ്സിലാക്കുന്നു, നമ്മൾ ആത്മാക്കൾ തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. ആത്മാവ് തന്നെയാണ് പറയുന്നത്, ഇത് കയ്പുള്ളതാണ്, ഇത് ഉപ്പുള്ളതാണ്. ആത്മാവ് തന്നെ മനസ്സിലാക്കുന്നു, നമ്മൾ ഇപ്പോൾ വികാരിയും പാപാത്മാക്കളുമാണ്. ആസുരീയ സ്വഭാവമുണ്ട്. ആത്മാവ് തന്നെയാണ് ഇവിടെ കർമ്മക്ഷേത്രത്തിൽ ശരീരം സ്വീകരിച്ച് മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നത്. അപ്പോൾ ഈ നിശ്ചയം വരുത്തേണ്ടതാണല്ലോ, നമ്മൾ ആത്മാവ് തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. ഇപ്പോൾ ബാബയുമായി കണ്ടുമുട്ടിയിരിക്കുന്നു. വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടും. പൂജ്യനും പൂജാരിയും പാവനവും പതീതവും ആയി വന്നു എന്നതും മനസ്സിലാക്കുന്നു. പൂജ്യർ ഉണ്ടായിരിക്കുമ്പോൾ പതീതർ ഉണ്ടാവുക സാധ്യമല്ല. പൂജാരി ഉണ്ടായിരിക്കുമ്പോൾ പാവനമായ ആര്യം ഉണ്ടാവുക സാധ്യമല്ല. സത്യയുഗത്തിൽ തന്നെയാണ് പാവനവും പൂജ്യവുമായവർ. ദ്വാപരം മുതൽ രാവണ രാജ്യം ആരംഭിക്കുമ്പോൾ എല്ലാവരും പതീതവും പൂജാരിയുമാകുന്നു. ശിവ് ബാബ പറയുന്നു, നോക്കൂ, ശങ്കരാചാര്യരും എൻ്റെ പൂജാരിയാണ്, എന്നെ പൂജിക്കുന്നുവല്ലോ. ശിവന്റെ ചിത്രം ചിലരുടെ അടുക്കൽ വജ്രത്തിൻ്റെയും, ചിലരുടെ അടുക്കൽ സ്വർണത്തിൻ്റെയും, ചിലരുടെ അടുക്കൽ വെള്ളിയുടേതും ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ആരാണോ പൂജിക്കുന്നത്, ആ പൂജാരിയെ പൂജ്യൻ എന്ന് പറയുക സാധ്യമല്ല. മുഴുവൻ ലോകത്തിലും ഈ സമയം പൂജ്യനായി ഒരാൾ പോലും ഉണ്ടാവുക സാധ്യമല്ല. പൂജ്യർ പവിത്രമാണ്, പിന്നെ അപവിത്രമാകുന്നു. പവിത്രമായവർ ഉണ്ടായിരിക്കുന്നത് പുതിയ ലോകത്താണ്. പവിത്രമായവരാണ് പൂജിക്കപ്പെടുന്നത്. ഇതുപോലെ കുമാരി പവിത്രമായിരിക്കുമ്പോൾ പൂജിക്കപ്പെടുവാൻ യോഗ്യമാണ്. അപവിത്രമാകുമ്പോൾ പിന്നെ എല്ലാവരുടെയും മുമ്പിൽ തല കുനിക്കേണ്ടി വരുന്നു.
പൂജയുടെയും എത്ര സാമഗ്രികളുണ്ട്. എവിടെയെങ്കിലും എക്സിബിഷനോ മ്യൂസിയമോ മറ്റോ തുറക്കുകയാണെങ്കിൽ മുകളിൽ ത്രിമൂർത്തി ശിവൻ തീർച്ചയായും വേണ്ടതാണ്. താഴെ ഈ ലക്ഷ്മി നാരായണൻ ഒബ്ജക്റ്റാണ്. നമ്മൾ ഈ പൂജ്യ ദേവീദേവതാ ധർമ്മം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പിന്നെ മറ്റൊരു ധർമ്മവും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. എക്സിബിഷനിലാണെങ്കിൽ പ്രഭാഷണമോ മറ്റോ നടത്തുവാൻ സാധിക്കില്ല. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി പിന്നെ വേറൊരു സംവിധാനം വേണ്ടതാണ്. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. നമ്മൾ ഭാരതവാസികൾക്ക് സന്തോഷ വാർത്ത കേൾപ്പിക്കുന്നു. നമ്മൾ ഈ രാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഡിനസ്റ്റി ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. വീണ്ടും ഇതിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നു. മറ്റെല്ലാം വിനാശമാകും. സത്യയുഗത്തിൽ എപ്പോഴാണോ ഈ ഒരു ധർമ്മം ഉണ്ടായിരുന്നത്, അപ്പോൾ അനേകം ധർമ്മങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ അനേകം ധർമ്മങ്ങൾ ഒരുമിച്ച് ഒന്നാവുക എന്നത് സാധ്യമല്ല. അവർ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു, അഭിവൃദ്ധി നേടിക്കൊണ്ടുമിരിക്കുന്നു. ആദ്യ സനാതന ദേവീദേവതാ ധർമ്മം പ്രായേണ ലോപിച്ചു. സ്വയം ദേവീദേവതാ ധർമ്മത്തിലേത് എന്ന് പറയുവാൻ സാധിക്കുന്ന ആരുമില്ല. ഇതിനെ പറയുന്നത് തന്നെ വിഷ്യസ് വേൾഡ് എന്നാണ്. നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, നമ്മൾ താങ്കൾക്ക് സന്തോഷ വാർത്ത കേൾപ്പിക്കുന്നു. ശിവ് ബാബ വൈസ്ലെസ് വേൾഡ് സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനം ബ്രഹ്മകുമാർ കുമാരിമാരാണല്ലോ. ആദ്യം നമ്മൾ സഹോദരന്മാരാണ്. പിന്നെ രചന ഉണ്ടാകുമ്പോൾ തീർച്ചയായും സഹോദരിയും സഹോദരനുമാകുന്നു. എല്ലാവരും പറയുന്നു, ബാബ നമ്മൾ അങ്ങയുടെ കുട്ടികളാണ്. അപ്പോൾ സഹോദരി സഹോദരന്മാർക്ക് ക്രിമിനൽ ആയി ഉണ്ടാവുക സാധ്യമല്ല. ഈ അന്തിമ ജന്മം പവിത്രമാകണം. അപ്പോൾ തന്നെയാണ് പവിത്രമായ വിശ്വത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, സദ്ഗതി ദാതാവ് തന്നെ ഒരു ബാബയാണ്. പഴയ ലോകം മാറി തീർച്ചയായും പുതിയ ലോകം സ്ഥാപിതമാകണം. അതാണെങ്കിൽ ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒന്ന് പുതിയ ലോകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ഇതും കുട്ടികളായ നിങ്ങൾ തന്നെ അറിയുന്നു. ഇപ്പോൾ പഴയ ലോകവുമുണ്ട്, ഇത് ഇല്ലാതായിട്ടില്ല. ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന ചിത്രങ്ങളിലുമുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. ബ്രഹ്മാവിൻ്റെ ജോഡി ഉണ്ടായിരിക്കുന്നില്ല. ബ്രഹ്മാവിൻ്റേത് അഡോപ്ഷനാണ്. മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വലിയ യുക്തി ആവശ്യമാണ്. ശിവ് ബാബ ബ്രഹ്മാവിൽ പ്രവേശിച്ച് നമ്മെ സ്വന്തമാക്കുന്നു. ശരീരത്തിൽ പ്രവേശിക്കണം. അപ്പോൾ തന്നെയാണ് പറയുന്നത്, ഹേ ആത്മാക്കളെ, നിങ്ങൾ എൻ്റെ കുട്ടികളാണ്. ആത്മാക്കൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. പിന്നെ ബ്രഹ്മാവിലൂടെ സൃഷ്ടി രചിക്കപ്പെടും. അപ്പോൾ തീർച്ചയായും ബ്രഹ്മകുമാർ കുമാരിമാർ ആകുമല്ലോ. അപ്പോൾ സഹോദരി സഹോദരങ്ങളായി മറ്റേതെങ്കിലും ദൃഷ്ടി മാറിപ്പോകുന്നു. നമ്മൾ ശിവ് ബാബയിൽ നിന്നും പാവനമാകാനുള്ള സമ്പത്ത് നേടുന്നു. രാവണനിൽ നിന്നും നമുക്ക് ശാപം ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദേഹി അഭിമാനിയാകുന്നു. അപ്പോൾ ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ദേഹാഭിമാനി ആകുന്നതിലൂടെ രാവണന്റെ ശാപം കിട്ടുന്നു. ശാപം ലഭിക്കുന്നതിലൂടെ താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭാരതം ശപിക്കപ്പെട്ടതാണല്ലോ. ഭാരതത്തെ ഇത്രയും ദരിദ്രവും വികാരിയുമാക്കിയതാരാണ്? ആരുടെയെങ്കിലും ശാപം ഉണ്ടായിരിക്കുമല്ലോ. ഇതാണ് രാവണനാകുന്ന മായയുടെ ശാപം. ഓരോ വർഷവും രാവണനെ കത്തിക്കുന്നു. അപ്പോൾ തീർച്ചയായും ശത്രുവാണല്ലോ. ധർമ്മത്തിൽ തന്നെയാണ് ശക്തി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദേവതാ ധർമ്മത്തിലേതാകുന്നു. ബാബ പുതിയ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുവാൻ നിമിത്തമാണ്.
എത്ര ശക്തിയുള്ള ധർമ്മം സ്ഥാപിക്കുന്നു. നമ്മൾ ബാബയിൽ നിന്നും ശക്തിയെടുക്കുന്നു, മുഴുവൻ വിശ്വത്തിൻ്റെ മേലും വിജയം നേടുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെയാണ് ശക്തി ലഭിക്കുന്നതും വികർമ്മം വിനാശമാകുന്നതും. അപ്പോൾ ആകർഷിക്കുന്ന ഈ ഒന്നും എഴുതേണ്ടതാണ്. നമ്മൾ സന്തോഷവാർത്ത കേൾപ്പിക്കുന്നു. ഇപ്പോൾ ഈ ധർമ്മത്തിൻ്റെ സ്ഥാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ തന്നെയാണ് ഹെവൻ, സ്വർഗം എന്ന് പറയുന്നത്. ഇങ്ങനെ വലിയ വലിയ അക്ഷരങ്ങളിൽ എഴുതണം. ബാബ നിർദ്ദേശം നൽകുന്നു. ഏറ്റവും മുഖ്യമായത് ഇതാണ്. ഇപ്പോൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവും ഇരിക്കുന്നു. നമ്മൾ പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ ശ്രീമത്ത് അനുസരിച്ച് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ മതമല്ല. ശ്രീമത് പരംപിത പരമാത്മാ ശിവൻ്റേതാണ്. ആ ഒന്ന് സർവരുടെയും പിതാവാണ്. ബാബ തന്നെയാണ് ഏകധർമ്മത്തിൻ്റെ സ്ഥാപനയും അനേകം ധർമ്മങ്ങളുടെ വിനാശവും ചെയ്യുന്നത്. രാജയോഗം പഠിച്ച് ഇതാകുന്നു. നമ്മളും ഇതായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പരിധിയില്ലാത്ത സന്യാസം ചെയ്തു. കാരണം ഈ പഴയ ലോകം ഭസ്മമാകാൻ പോകുന്നതാണ് എന്ന് അറിയുന്നുണ്ട്. പരിധിയുള്ള പിതാവ് പുതിയ വീട് നിർമ്മിക്കുമ്പോൾ പിന്നെ പഴയതിനോട് മമത്വം മാറുന്നു എന്നതുപോലെ ബാബ പറയുന്നു, ഈ പഴയ ലോകം സമാപ്തമാകേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പഠിക്കുന്നത് തന്നെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. അനേകം ധർമ്മങ്ങളുടെ വിനാശവും ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും സംഗമത്തിൽ തന്നെയാണ് നടക്കുന്നത്. യുദ്ധം നടക്കും, നാച്ചുറൽ കലാമിറ്റീസും വരും. സത്യയുഗത്തിൽ എപ്പോൾ ഇവരുടെ രാജ്യമുണ്ടായിരുന്നോ അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും എവിടെയായിരുന്നു? ഈ നോളജ് ബുദ്ധിയിൽ വെക്കണം. ഈ നോളജ് ബുദ്ധിയിൽ വെച്ചുകൊണ്ട് മറ്റൊരു കാര്യവും ചെയ്യുന്നില്ല എന്നല്ല. എത്ര ചിന്തയാണ് വെക്കുന്നത്? കത്തുകൾ എഴുതണം, പഠിക്കണം, കെട്ടിടത്തിൻ്റെ ചിന്ത ചെയ്യണം. അപ്പോഴും ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ വികർമ്മം എങ്ങനെ വിനാശമാകും? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ പകുതി കൽപ്പത്തേക്ക് പൂജ്യരായിക്കൊണ്ടിരിക്കുന്നു. പകുതി കൽപ്പം പൂജാരിയും തമോ പ്രധാനവുമാണ്. പിന്നെ പകുതി കൽപ്പം പൂജ്യവും സതോ പ്രധാനവുമാകുന്നു. ആത്മാവ് പരംപിത പരമാത്മാവുമായി യോഗം വയ്ക്കുന്നതിലൂടെയാണ് പവിഴമാകുന്നത്. ഓർമ്മിച്ച് അയൺ ഏജിൽ നിന്നും ഗോൾഡൻ ഏജിലേക്ക് പോകും. പതീത പാവനൻ എന്ന് ഒന്നിനെ തന്നെയാണ് പറയുന്നത്. മുന്നോട്ട് പോകവേ നിങ്ങളുടെ ശബ്ദം പുറത്തു വരും. ഇതാകട്ടെ സർവധർമ്മങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾ പറയുന്നുമുണ്ട്, ബാബ പറയുന്നു, പതീത പാവനൻ ഞാൻ തന്നെയാണ്. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. ബാക്കി എല്ലാവരും കണക്ക് സമാപ്തമാക്കി പോകും. എവിടെയെങ്കിലും കുഴങ്ങിപ്പോകുന്നെങ്കിൽ ചോദിക്കാം. സത്യയുഗത്തിൽ കുറച്ചു പേരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അനേകം ധർമ്മങ്ങളുണ്ട്. തീർച്ചയായും കണക്കുകൾ സമാപ്തമാക്കി എങ്ങനെയാണോ ആയിരുന്നത് അങ്ങനെയാകും. ഡീറ്റെയിലേക്ക് എന്തിനു പോകണം? ഓരോരുത്തരും തൻ്റേതായ പാർട്ട് വന്ന് അഭിനയിക്കും എന്നറിയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും തിരിച്ചു പോകണം. കാരണം ഇവരെല്ലാം സത്യയുഗത്തിൽ ഉണ്ടായിരുന്നതേയില്ല. ബാബ വരുന്നത് തന്നെ ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും അനേകം ധർമ്മങ്ങളുടെ വിനാശം ചെയ്യുവാനാണ്. ഇപ്പോൾ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും സത്യയുഗം തീർച്ചയായും വരും. ചക്രം തീർച്ചയായും തിരിയും. ടൂ മച്ച് ചിന്തയിലേക്ക് പോകരുത്. മുഖ്യമായ കാര്യം നമ്മൾ സതോ പ്രധാനമാവുകയാണെങ്കിൽ ഉയർന്ന പദവി നേടും. കുമാരിമാർക്ക് ഇതിൽ മുഴുകണം. കുമാരിയുടെ സമ്പാദ്യം മാതാപിതാക്കൾ അനുഭവിക്കുന്നില്ല. എന്നാൽ ഇക്കാലത്ത് വിശപ്പുള്ളവരായിപ്പോയി എങ്കിൽ
കുമാരിമാർക്കും സമ്പാദിക്കേണ്ടി വരും. നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ പവിത്രമായി പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകണം. നമ്മൾ രാജയോഗിയാണ്. ബാബയിൽ നിന്നും സമ്പത്ത് തീർച്ചയായും എടുക്കണം. ഇപ്പോൾ നിങ്ങൾ പാണ്ഡവ സേനയിലേതായിരിക്കുന്നു. തൻ്റെ സർവീസ് ചെയ്യുമ്പോഴും ഈ ചിന്ത വയ്ക്കണം, നമ്മൾ പോയി സർവർക്കും വഴി പറഞ്ഞു കൊടുക്കട്ടെ എന്ന്. എത്രത്തോളം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. ബാബയോട് ചോദിക്കാം, ഈ അവസ്ഥയിൽ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പദവി ലഭിക്കും? ബാബ ഉടൻ പറഞ്ഞു തരും, സർവീസ് ചെയ്യുന്നില്ല, അതിനാൽ സാധാരണ വീട്ടിൽ പോയി ജന്മമെടുക്കും. പിന്നെ വന്ന് ജ്ഞാനമെടുക്കുക എന്നത് പ്രയാസമാണ്. കാരണം കൊച്ചുകുട്ടിക്ക് ഇത്രയും ജ്ഞാനം എടുക്കുവാൻ സാധിക്കില്ല. ബാക്കി 2-3 വർഷം ഇരിക്കുന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ എന്ത് പഠിക്കുവാൻ സാധിക്കും? ബാബ പറഞ്ഞു തരും, നിങ്ങൾ ഏതെങ്കിലും ക്ഷത്രിയ കുലത്തിൽ പോയി ജന്മമെടുക്കും. അന്തിമത്തിൽ ഡബിൾ കിരീടം ലഭിക്കും. സ്വർഗത്തിൻ്റെ ഫുൾ സുഖം നേടുവാൻ സാധിക്കില്ല. ആരാണോ ഫുൾ സർവീസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത്, അവർ തന്നെയാണ് ഫുൾ സുഖം നേടുന്നത്. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് ഈ ചിന്ത വയ്ക്കണം, ഇപ്പോൾ ആയില്ലെങ്കിൽ കൽപ്പകൽപ്പങ്ങളിൽ ആവുകയില്ല. ഓരോരുത്തർക്കും സ്വയം അറിയുവാൻ സാധിക്കും നമ്മൾ എത്ര മാർക്കോടുകൂടി പാസ്സാകും എന്ന്. എല്ലാം അറിയുന്നു, പിന്നെ പറയുന്നു ഭാവി, അതായത് നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന്. ഉള്ളിൽ ദുഃഖമുണ്ടാകുമല്ലോ. ഇരുന്നിരുന്ന് നമുക്ക് എന്ത് സംഭവിച്ചു? ഇരുന്നിരുന്ന് മനുഷ്യൻ മരിച്ചും പോകുന്നു. അതിനാൽ ബാബ പറയുന്നു, അലസത കാണിക്കരുത്. പുരുഷാർത്ഥം ചെയ്ത് പതീതത്തിൽ നിന്നും പാവനമായിക്കൊണ്ടിരിക്കൂ. വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കൂ. ഏതെങ്കിലും ബന്ധുമിത്രാദികളോ മറ്റോ ഉണ്ടെങ്കിൽ അവരോട് ദയവുണ്ടാക്കേണ്ടതാണ്. കാണുന്നത് ഇതാണ്, ഇവർക്ക് വികാരമില്ലാതെയും മോശമായത് കഴിക്കാതെയും ഇരിക്കുവാൻ സാധിക്കില്ല. എങ്കിലും മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അംഗീകരിക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ കുലത്തിലേതല്ല. പരിശ്രമിച്ച് പിതൃഗ്രഹത്തിൻ്റെയും ഭർതൃഗ്രഹത്തിൻ്റെയും മംഗളം ചെയ്യണം. ഇവർ നമ്മളോട് സംസാരിക്കുന്നുമില്ല, മുഖം തിരിച്ചു കളയുന്നു എന്ന് പറയും വിധത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകരുത്, പാടില്ല. എല്ലാവരോടും യോജിക്കണം. നമ്മൾ അവരുടെയും മംഗളം ചെയ്യട്ടെ. വളരെയധികം ദയാഹൃദയരാകണം. നമ്മൾ സുഖത്തിൻ്റെ നേർക്ക് പോകുമ്പോൾ മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കട്ടെ. അന്ധരുടെ ഊന്നുവടി നിങ്ങളാണല്ലോ. നീയാണ് അന്ധന്മാരുടെ വടി എന്ന് പാടുന്നുമുണ്ട്. കണ്ണുകൾ എല്ലാവർക്കുമുണ്ട്, എങ്കിലും വിളിക്കുന്നു, കാരണം ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രമില്ല. ശാന്തിയുടെയും സുഖത്തിൻ്റെയും വഴി പറഞ്ഞു തരുന്നവൻ ഒരേ ഒരു ബാബയാണ്. ഇത് കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോഴുണ്ട്, മുൻപ് മനസ്സിലാക്കിയിരുന്നില്ല. ഭക്തി മാർഗത്തിൽ എത്ര മന്ത്രം ജപിക്കുന്നു, രാമരാമ എന്ന് പറഞ്ഞ് മത്സ്യത്തെ കഴിപ്പിക്കുന്നു, ഉറുമ്പുകളെ കഴിപ്പിക്കുന്നു. ഇപ്പോൾ ജ്ഞാനമാർഗത്തിൽ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷികൾ അനേകം മരിച്ചു പോകുന്നു. ഒരു കൊടുങ്കാറ്റ് വീശുന്നു, എത്രയാണ് മരിച്ചു പോകുന്നത്? നാച്ചുറൽ കലാമിറ്റീസും ഇപ്പോൾ വളരെ ശക്തമായി വരും. ഈ റിഹേഴ്സൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതെല്ലാം വിനാശമാവുക തന്നെ വേണം. ഉള്ളിൽ തോന്നുന്നു, ഇപ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. അവിടെ തൻ്റെ ഫസ്റ്റ് ക്ലാസ് കൊട്ടാരം നിർമ്മിക്കും. കഴിഞ്ഞ കൽപ്പത്തിൽ നിർമ്മിച്ചതുപോലെ. കഴിഞ്ഞ കൽപ്പത്തിൽ എന്ത് നിർമ്മിച്ചിട്ടുണ്ടാകുമോ വീണ്ടും അത് തന്നെ നിർമ്മിക്കും. ആ സമയം അത് ബുദ്ധിയിൽ വരും. അതിൻ്റെ ചിന്ത ഇപ്പോൾ എന്തിനു നടത്തണം? ഇതിനേക്കാൾ ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കട്ടെ. ഓർമ്മയുടെ യാത്രയെ മറക്കരുത്. കൊട്ടാരങ്ങൾ തയ്യാറാകും കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ. എന്നാൽ ഇപ്പോൾ ഓർമ്മയുടെ യാത്രയിൽ ബന്ധം നിറവേറ്റണം. വളരെ സന്തോഷത്തിലിരിക്കണം. നമുക്ക്
അച്ഛനെയും ടീച്ചറിനെയും സദ്ഗുരുവിനെയും ലഭിച്ചു. ഈ സന്തോഷത്തിൽ രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ വന്നിരിക്കുന്നത് തന്നെ അമരപുരിയുടെ അധികാരിയാകുവാനാണ്. ഈ സന്തോഷം സ്ഥായിയായി ഉണ്ടായിരിക്കേണ്ടതാണ്. ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ പിന്നെ 21 ജന്മം അവിടെ സ്ഥായിയായി ഉണ്ടാകും. വളരെ പേർക്ക് ഓർമ്മ വരുത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ തൻ്റെയും ഓർമ്മ വർദ്ധിക്കും, പിന്നെ ശീലമാകും. അറിയാം, ഈ അപവിത്ര ലോകത്തിന് തീ പിടിക്കേണ്ടതുണ്ട്. ഇത്രയും മുഴുവൻ ലോകവും സമാപ്തമാകും എന്ന ചിന്ത ബ്രാഹ്മണരായ നിങ്ങൾക്ക് തന്നെയാണുള്ളത്. സത്യയുഗത്തിൽ ഇതൊന്നും അറിയുവാൻ കഴിയില്ല. ഇപ്പോൾ അന്തിമമാണ്. നിങ്ങൾ ഓർമ്മയ്ക്കു വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പതീതത്തിൽ നിന്നും പാവനമാകുന്നതിനുള്ള പുരുഷാർത്ഥത്തിൽ അലസത കാണിക്കരുത്. ഏതെങ്കിലും ബന്ധുമിത്രാദികളോ മറ്റോ ഉണ്ടെങ്കിൽ അവരിൽ ദയവ് വെച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കണം, വിട്ടുകളയരുത്. ഇവർ മുഖം തിരിച്ചു എന്ന് ആരെങ്കിലും പറയും വിധത്തിലുള്ള പെരുമാറ്റം വെക്കരുത്. ദയാഹൃദയരായി സർവരുടെയും മംഗളം ചെയ്യണം. എല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. വരദാനം: ഉൾക്കൊള്ളുവാനുള്ള ശക്തിയിലൂടെ തെറ്റിനെയും ശരിയാക്കി മാറ്റുന്ന വിശ്വപരിവർത്തകനായി ഭവിക്കട്ടെ. മറ്റുള്ളവരുടെ തെറ്റിനെ കണ്ട് സ്വയം തെറ്റ് ചെയ്യാതിരിക്കൂ. അഥവാ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നു എങ്കിൽ നമ്മൾ ശരിയിലിരിക്കണം. അവരുടെ കൂട്ടുകെട്ടിൻ്റെ പ്രഭാവത്തിൽ വരരുത്. ആരാണോ പ്രഭാവത്തിൽ വന്നു പോകുന്നത് അവർ അലക്ഷ്യരാകുന്നു. ഓരോരുത്തരും കേവലം ഈ ഉത്തരവാദിത്വം എടുക്കൂ: ഞാൻ ശരിയുടെ മാർഗത്തിൽ തന്നെയിരിക്കും. അഥവാ മറ്റുള്ളവർ തെറ്റ് ചെയ്താലും ആ സമയം ഉൾക്കൊള്ളുവാനുള്ള ശക്തി ഉപയോഗിക്കൂ. ആരുടെയെങ്കിലും തെറ്റിനെ നോട്ട് ചെയ്യുന്നതിന് പകരം അവർക്ക് സഹയോഗത്തിൻ്റെ നോട്ട് നൽകൂ. അതായത് സഹയോഗത്തിലൂടെ നിറയ്ക്കൂ. അപ്പോൾ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യം സഹജമായി തന്നെ ഉണ്ടാകും. സ്ലോഗൻ: നിരന്തര യോഗി ആകണമെങ്കിൽ പരിധിയുള്ള ഞാൻ എന്നതും എൻ്റേത് എന്നതും പരിധിയില്ലാത്തതിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ആത്മാവാണ് എന്ന സങ്കല്പത്തിൽ ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ഉയർന്ന സ്ഥിതി എന്നെ ഉപരാമമാക്കുന്നു. ഈ ദേഹത്തിലിരിക്കെ ഉപരാമ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹവും ദേഹിയും രണ്ടാണെന്ന വ്യക്തമായ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വേറിട്ടതും പ്രിയപ്പെട്ടതുമായ സ്ഥിതിയുടെ അനുഭവം എന്നെ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്നും ഉപരാമമാക്കും. സുഖവും ശാന്തിയുമാകുന്ന സ്വധർമ്മത്തിൽ എന്നെ സഹജമായി സ്ഥിതി ചെയ്യിക്കുന്നു. ഈ സ്ഥിതിയിലൂടെ
എനിക്ക് സഹജമായി ഒരു സെക്കൻഡിൽ ബിന്ദു രൂപമായി മാറാൻ സാധിക്കുന്നു. ബിന്ദു രൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ഈ ബിന്ദുരൂപസ്ഥിതി എന്നിൽ സഹജമായി ബിന്ദുരൂപനായ ബാബയുടെ സ്മൃതി വരുത്തുകയാണ്. അതിവേറിട്ടതും പ്രിയപ്പെട്ടതുമായ ബിന്ദുരൂപമായ ബാബയുടെ സന്താനമാണ് ഞാൻ എന്ന നിശ്ചയപൂർണ്ണ സ്മൃതി എന്നിൽ ബാബയിലേക്ക് ഒരു അലൗകിക ആകർഷണവും നിസ്സീമമായ സ്നേഹവും വരുത്തുന്നു. ശീതളമായ ഒരു സ്ഥാനത്തിരിക്കവേ ശീതളതയുടെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നത് പോലെ ഈ ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനുമായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്. ഈ അതിശാന്തിയുടെ അനുഭവത്തിൽ ഞാൻ മഗ്നമായിരിക്കുന്നു. ബിന്ദുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കും. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി ഇങ്ങനെ കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്കും ഈ അനുപമമായ ശാന്തിയുടെ പ്രകാശവീചികൾ വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ ഈ പ്രകാശവീചികൾ വിശ്വത്തിലെ ആത്മാക്കളിൽ എത്തിച്ചേർന്ന് അവരെയും ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യിക്കട്ടെ.